പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നബിദിനത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള 35 ഉറപ്പായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹലീമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിയത് എത്ര വർഷമാണ്? ഉത്തരം 4 വർഷം. അബ്ദുൽ മുത്വലിബിൻ്റെ മരണസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വയസ്സ് എത്രയായിരുന്നു? ഉത്തരം 8 വയസ്സ്. നെഞ്ചുകീറിയ സംഭവം നടന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരുടെ വീട്ടിൽ താമസിക്കുമ്പോഴാണ്? ഉത്തരം ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ മിഅ്റാജ് നടത്തിയ വാഹനം? ഉത്തരം ബുറാഖ്. ഇസ്രാ മിഅ്റാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടാളി ആരാണ്? ഉത്തരം ജിബ്രീൽ അലൈഹിസ്സലാം. ഖദീജ ബീവിയുടെ മരണശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം വിവാഹം ചെയ്തത് ആരെ? ഉത്തരം സൗദ ബീവിയെ. ഖദീജ ബീവിയുടെ മരണശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആഘാതമുണ്ടായ മറ്റൊരു മരണം? ഉത്തരം അബൂ ത്വാലിബിൻ്റെ മരണം. ത്വായിഫിലേക്കുള്ള യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ടായ അനുചരൻ? ഉത്തരം സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കൾ ആരെല്ലാമാണ്? ഉത്തരം ഉമ്മു കുൽസൂം, റുഖിയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിളിപ്പേര് പറഞ്ഞിരുന്നത് ഏത് മകനിലേക്ക് ചേർത്തുകൊണ്ടാണ്? ഉത്തരം കാസിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ജീവിച്ച ഏക മകൾ? ഉത്തരം ഫാത്തിമ ബീവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ബനൂ ഹാഷിം കുടുംബവും ശത്രുക്കളുടെ ബഹിഷ്കരണത്തിന് ഇരയായത് എത്ര വർഷം? ഉത്തരം 3 വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ചെറിയ മകൾ ആരാണ്? ഉത്തരം ഫാത്തിമ ബീവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാസ്തവമാക്കിയതിൻ്റെ പേരിൽ ഉമ്മയ്യത്തിൻ്റെ പീഡനം ഏറ്റുവാങ്ങിയ മഹാനാര്? ഉത്തരം ബിലാൽ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്ധനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ ശ്രദ്ധിക്കാൻ ആഹ്വാനം ചെയ്ത് ഇറക്കിയ സൂറത്ത്? ഉത്തരം സൂറത്തുൽ അബ്സ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ പുറപ്പെട്ട് ത്വാഹ സൂറത്ത് കേട്ട് ഇസ്ലാം സ്വീകരിച്ച മഹാനാരാണ്? ഉത്തരം ഉമർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിലായിരിക്കുമ്പോൾ നബിയുടെ തലയിൽ പാറക്കല്ലിടാൻ വന്ന ഖുറൈശി നേതാവ് ആരാണ്? ഉത്തരം അബൂ ജഹൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ചീഞ്ഞളിഞ്ഞ കുടൽമാല ഇട്ട ക്രൂരൻ ആര്? ഉത്തരം ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത. ഹിറാ ഗുഹയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം ഓതാൻ പറഞ്ഞത് ഏതായത്താണ്? ഉത്തരം ഇഖ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യം വിശ്വസിച്ചത് ആരാണ്? ഉത്തരം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യമായി പ്രബോധനം നടത്തുകയും സ്വഹാബികൾക്ക് ഉപദേശം നൽകുകയും ചെയ്ത കേന്ദ്രം? ഉത്തരം ദാറുൽ അർഖം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം കാലയളവ് എത്ര കാലമാണ്? ഉത്തരം 23. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ആരംഭിക്കുന്നത് എത്രാം വയസ്സിൽ? ഉത്തരം 40-ാം വയസ്സിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹീൻ്റെ പ്രാരംഭം ഏത് ഗുഹയിൽ വെച്ചാണ്? ഉത്തരം ഹിറാ ഗുഹയിൽ വെച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയെ വിവാഹം ചെയ്യുമ്പോൾ വയസ്സ് എത്രയായിരുന്നു? ഉത്തരം 25. പ്രളയത്തിൽ കഅബക്ക് തകരാർ സംഭവിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്രയായിരുന്നു വയസ്സ്? ഉത്തരം 35 വയസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2ാം ഷാം യാത്ര എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം ഖദീജ ബീവിക്ക് വേണ്ടി കച്ചവടം നടത്താൻ. ഉമ്മയുടെ മരണശേഷം ആരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചത്? ഉത്തരം അബ്ദുൽ മുത്വലിബ്. ആരുടെ കൂടെ ആട് മേയ്ക്കുമ്പോഴാണ് നെഞ്ചുകീറിയ സംഭവമുണ്ടായത്? ഉത്തരം ഹലീമ ബീവിയുടെ മകൻ ലംറത്തിൻ്റെ കൂടെ. ഇബ്നു സബീഅൈൻ എന്നറിയപ്പെടുന്ന പ്രവാചകനാരാണ്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് തുടങ്ങുന്ന ആയത്ത് ഏത് സൂറത്തിലാണ്? ഉത്തരം സൂറത്തുൽ ഫത്ഹിലെ 29-ാമത്തെ ആയത്ത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര തവണ ഹജ്ജ് ചെയ്തു? ഉത്തരം 1 തവണ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രൻ? ഉത്തരം സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം എന്നവരുടെ മാതാവ്? ഉത്തരം മാരിയത്തുൽ ഖിബ്തിയ്യ. അവസാനം വിട പറഞ്ഞ പ്രവാചക പത്നി? ഉത്തരം ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹു. പ്രവാചക ഭാര്യമാർ അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഉത്തരം ഉമ്മഹാത്തുൽ മുഅ്മിനീൻ.